Hello students, in the last class we have learned about the hormones that are secreted from the anterior lobe of pituitary. Okay. നമസ്കാരം കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ നിന്നും സ്രവിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളുമൊക്കെയാണ്. Today we are going to learn about the posterior lobe of pituitary and the hormones secreted from them. നമ്മൾ ഇന്ന് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്നും സ്രവിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. Okay. So here this is the hypothalamus and this is the pituitary gland. This is the anterior lobe and this is the posterior lobe. Okay, this diagram is very important. It can be asked for your SSLC exam. Okay, so you have to be very much familiar with this diagram. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ചിത്രമാണ്. ഇത് ഹൈപ്പോതലാമസ്, ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം, പിന്തളം. ഓക്കെ, ഇതിനകത്ത് നാഡീതന്തുക്കളും ഈ പോർട്ടൽ വെയിൻ ഒക്കെ നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റീരിയർ ലോബ്, അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം, അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു learn about the posterior lobe of pituitary and the hormones secreted from that. Okay, let's see. Oxytocin and vasopressin are the hormones secreted by the special neurosecretory cells in the hypothalamus and are stored in the posterior lobe of pituitary. Okay, oxytocin and vasopressin are the two hormones that are released by the posterior lobe of pituitary. Actually, they are secreted by the neurosecretory cells of hypothalamus. Oxytocin, vasopressin മറ്റൊരു പേരുണ്ട് ADH, അതായത് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, ADH. ഈ രണ്ട് ഹോർമോണുകളും ഹൈപ്പോതലാമസിലെ ചില പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇവയെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ ശേഖരിച്ചു വെച്ച് അല്ലെങ്കിൽ സംഭരിച്ചു വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ രക്തത്തിലേക്ക് കലർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇത് പിറ്റ്യൂട്ടറിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളല്ല. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. അതാരാണ് യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്? ഹൈപ്പോതലാമസ് ആണ്. പക്ഷെ അതിവിടെ ശേഖരിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്തത്തിലേക്ക് കലരുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ ഓക്കെ സോ ഓക്സിറ്റോസിനും വാസോപ്രസിനും രണ്ട് ഹോർമോണുകളാണ്. അത് ഹൈപ്പോതലാമസിലെ ചില പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അതിന്റെ പിന്തളത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യമുള്ളപ്പോൾ രക്തത്തിലേക്ക് കലർത്തുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇവിടെ ഈ നാഡീകോശങ്ങൾ വഴി ഇവിടെ എത്തുന്നത് ഈ പോർട്ടൽ സിര എന്ന് പറയുന്നത് ഇത് രണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർട്ടൽ സിര എന്താണെന്നൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ സർക്കുലേറ്ററി സിസ്റ്റം അതിൽ പഠിച്ചതാണ്. ഓക്കെ, സിരകൾക്ക് ഇരുവശങ്ങളിലും ഈ ലോമികൾ ആയിട്ട് ഉള്ളതാണ് ഈ പോർട്ടൽ സിര എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഓക്കെ, പക്ഷേ ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓക്സിറ്റോസിനും വാസോപ്രസിന്റെ മറ്റൊരു പേരാണ് ADH അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഹൈപ്പോതലാമസിന്റെ ന്യൂറോസെക്രറ്ററി സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും ഈ പോസ്റ്റീരിയർ ലോബിൽ സംഭരിച്ചു വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ രക്തത്തിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഓക്സിറ്റോസിന്റെയും വാസോപ്രസിന്റെയും ധർമ്മം എന്താണെന്ന് നോക്കാം.
Oxytocin facilitates childbirth by stimulating the contraction of smooth muscles in the uterine wall, and also it facilitates lactation. Okay, ഓക്സിറ്റോസിന്റെ ധർമ്മമാണ് പറഞ്ഞത്. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. തന്നെയുമല്ല, പ്രസവത്തോടനുബന്ധിച്ച് മുലപ്പാൽ ചുരുത്താൻ സഹായിക്കുന്നു. ഓക്കെ, ഗർഭകാലത്തിൻ്റെ അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും അമ്മയിൽ മുലപ്പാൽ ഉൽപ്പാദനവും അത് മുലപ്പാൽ ചുരത്തലും ഒക്കെ തുടങ്ങും അവസാന ഘട്ടത്തിൽ. അപ്പം അതിന് സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഓക്കെ, അപ്പം ഗർഭത്തിൻ്റെ അവസാന സമയത്ത് അല്ലെങ്കിൽ പ്രസവ സമയത്ത് പ്രസവ വേദന എടുക്കുന്നത് ഈ ഗർഭാശയ ഭിത്തിയിലെ പേശികൾ സങ്കോചിക്കുമ്പോഴാണ്. വളരെ വിഗ്രസ് ആയിട്ടുള്ള സങ്കോചമാണ്. ഓക്കെ, it's a very vigorous contraction and that causes much pain for the mother, and that is what is the labor pain. That is what is mentioned as labor pain. അപ്പം ലേബർ പെയിൻ ഉണ്ടാകുന്നത് ഈ ഓക്സിറ്റോസിൻ്റെ ഉൽപാദനം മൂലം ഗർഭാശയ ഭിത്തി വളരെ വിഗ്രസ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ സങ്കോചിക്കുമ്പോഴാണ് ആ വേദന ഉണ്ടാകുന്നതും പ്രസവം നടക്കുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, sometimes at the when a pregnant lady during her consultation to the gynecologist advised her to be at the hospital at a particular time of the pregnancy period, the later part of the pregnancy period for delivery. ഓക്കെ, ഗർഭാവസ്ഥയുടെ അവസാന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസവത്തിനായിട്ട് എന്ന് പറയും. അങ്ങനെ പക്ഷെ അതിൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ എന്താണത്, ഈ പ്രസവ വേദന വന്നില്ല എന്ന് പറയും. ഓക്കെ, ഈവൻ when the due time is reached, the pain doesn't start. അപ്പോൾ പെയിൻ ആയില്ല എന്നൊക്കെ പറയും. At that time the doctor gives an IV injection to the mother, and what doctor induce the pain. മനസ്സിലായില്ലേ? അപ്പം പറയാം, കുത്തിവെച്ച് എന്തുവാ ഗ്ലൂക്കോസ് കുത്തിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ടൊക്കെ, കുത്തിയിട്ട് എന്തുവാ വേദന വരുന്നതിന് വേണ്ടി, പ്രസവ വേദന വരുന്നതിന് വേണ്ടി ഡോക്ടർ മരുന്ന് കുത്തിയിട്ടേക്കുക എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ, യു മസ്റ്റ് ഹാവ് നെവർ അണ്ടർസ്റ്റുഡ് വാട്ട് വുഡ് ബി ദാറ്റ് മെഡിസിൻ ദാറ്റ് ഈസ് ഗിവൺ ആസ് ആൻ IV. ഓക്കെ, IV ആയിട്ട് ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കുന്ന ആ മരുന്ന്, ഇങ്ങനെ കുത്തിവെച്ച് ഡ്രിപ്പ് പോലെ കൊടുക്കുന്ന മരുന്ന് ഏതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ? ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ. എന്തിനാണെന്നറിയാമോ? ഇറ്റ് ഈസ് ഗിവൺ ടു ഇൻഡ്യൂസ് ദ പെയിൻ, ടു ഇൻഡ്യൂസ് ദ കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രൈൻ വാൾ. ആ പ്രസവം നടക്കുന്നതിന് വേണ്ടി സമയമായിട്ടും പ്രസവം നടക്കാതെ വേദന വരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗർഭാശയം ചുരുങ്ങാതിരിക്കുമ്പോൾ അത് ഡോക്ടർ മനഃപൂർവ്വം ഈ ഓക്സിറ്റോസിൻ കുത്തിവെച്ചുകൊണ്ട് ഗർഭാശയത്തെ ചുരുക്കുന്നതാണ് മരുന്ന് കുത്തി വെക്കുന്നത്, IV ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തോണം. അപ്പം വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓക്സിറ്റോസിൻ? Oxytocin facilitates childbirth by stimulating the contraction of smooth muscles in the uterine wall. It also facilitates lactation. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു, മുലപ്പാൽ ചുരുത്താൻ സഹായിക്കുന്നു. ഇത് രണ്ടുമാണ് ഓക്സിറ്റോസിന്റെ ധർമ്മം. ഓർത്തോണേ. Now, vasopressin or anti-diuretic hormone. ഓക്കെ, ഡയൂറസിസ് എന്ന് വെച്ചാൽ മൂത്രം വഴി ധാരാളം ജലം നഷ്ടപ്പെടുന്നതിനാണ് ഡയൂറസിസ് എന്ന് പറയുന്നത്. ആൻറ്റി ഡയൂററ്റിക്, അതിന് എതിരെ പ്രവർത്തിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുകയാണ് വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഓക്സിറ്റോസിൻ്റെ ധർമ്മവും മനസ്സിലായി, വാസോപ്രസിൻ്റെ ധർമ്മവും മനസ്സിലായി. ഓക്കെ, ഓക്സിറ്റോസിൻ ഗർഭാശയ ഭിത്തി സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു, മുലപ്പാൽ ചുരുത്താൻ സഹായിക്കുന്നു. വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു, എന്നാൽ എന്ന് വെച്ചാൽ ജലം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, ഹൗ ഡസ് വാസോപ്രസിൻ റെഗുലേറ്റ്സ് വാട്ടർ ലെവൽ ഇൻ ദ ബോഡി? വാസോപ്രസിൻ എങ്ങനെയാണ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, vasopressin regulates the water level in the body through reabsorption of water in the kidneys. എങ്ങനെയാണ്
വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെയാണ് വാസോപ്രസിൻ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. ഉത്തരം മനസ്സിലായോ? How does vasopressin regulate water level in the body? Vasopressin regulates the water level in the body through reabsorption of water in kidneys. എങ്ങനെയാണ് വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്? വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെയാണ് വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. Look at this picture that is given in your textbook. Here it is the normal level of water in the blood. When the water level increases in the blood, okay, there will be many reasons. During the rainy season or in winter, what happens? Our body doesn't sweat much. So what happens? Water loss from the body will be reduced and water level in the body increases. Okay, so when water level in the body increases, the production of vasopressin is decreased because the blood has more water, and vasopressin is used for reabsorption of water. So we don't need to have vasopressin to reabsorb water because there is more water, it's increased. So what happens? Vasopressin production decreases, and this causes the decrease in the reabsorption of water in the kidneys. Okay, it causes the decrease in the reabsorption of water in the kidneys. So what happens? When water is not reabsorbed in the kidneys, what happens? The quantity of urine will be increased. Rises the quantity of urine. As a result, what happens? More urine will be given out, released out. So water level will be normal. It becomes normal. Okay? Now, what happens if the water level in the body decreases? When water level decreases, vasopressin production will be increased. You know that vasopressin helps to maintain the water level when the water level decreases. Okay, so production of vasopressin or ADH, what happens? It increases. Water level decreases, production of vasopressin increases. So what happens? The reabsorption of water in the kidneys increase. Reabsorption of water in the kidneys increase. When more water is reabsorbed from the kidneys, what happens? The quantity of urine formed will be reduced. There is less water. So here the water will be more diluted and more water. Here the water will be very thick. Water will be concentrated. Okay, less quantity of water. So water will be reabsorbed back. So what happens? The normal level of water in the blood is maintained. You got it? See, രക്തത്തിലെ ജലത്തിന്റെ സാധാരണ അളവെന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും, ഹോമിയോസ്റ്റാസിസ് ആണ്. അത് കൂടിയാൽ രക്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് കൂടിയാൽ എന്ത് ചെയ്യും? അത് കൂടാനുള്ള കാരണം പലതാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന കുറവാണെങ്കിൽ പോലും സ്വെറ്റിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ, മനസ്സിലായില്ലോ, ജലാംശം കൂടുമ്പോൾ എന്ത് ചെയ്യും? വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ എന്ത് ചെയ്യും? വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വൃക്കയിലൂടെയുള്ള ജലത്തിന്റെ പുനരാഗിരണവും കുറയും. വാസോപ്രസിൻ വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാഗിരണത്തിനാണ് സഹായിക്കുന്നത്. വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വൃക്കയിൽ കൂടെയുള്ള ജലത്തിന്റെ പുനരാഗിരണം കുറയും. അങ്ങനെ ജലത്തിന്റെ പുനരാഗിരണം വൃക്കയിൽ കുറഞ്ഞാൽ എന്ത് ചെയ്യും? വൃക്കയിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന മൂത്രത്തിന്റെ അളവ് കൂടും. മനസ്സിലായില്ലേ? അപ്പോഴെന്ത് ചെയ്യും? അത്രയും കൂടുതൽ ജലം മൂത്രത്തിലൂടെ വെളിയിലേക്ക് പോകും. അപ്പം രക്തത്തിൽ സാധാരണ അളവ് നമുക്ക് ക്രമീകരിക്കാനൊക്കും, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കും. അപ്പോൾ ഈ കൂടിയ ജലം എന്ത് ചെയ്തു? മൂത്രത്തിലൂടെ വെളിയിൽ പോയി. ഇനി രക്തത്തിൽ ജലത്തിന്റെ അളവ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വാസോപ്രസിന്റെ ഉൽപ്പാദനം കൂടും. വാസോപ്രസിൻ സഹായിക്കുന്നത് വൃക്കയിൽ നിന്നും ജലം പുനരാഗിരണം ചെയ്യാൻ വേണ്ടിയല്ലേ? അപ്പം കുറഞ്ഞപ്പോൾ ഇപ്പം പുനരാഗിരണം വേണം, ആവശ്യമാണ്. അപ്പോൾ വാസോപ്രസിന്റെ ഉൽപ്പാദനം കൂടും. അപ്പോഴോ വൃക്കയിൽ നിന്നും ജലത്തിന്റെ പുനരാഗിരണം കൂടും. അങ്ങനെ വൃക്കയിൽ നിന്നും ജലത്തിന്റെ പുനരാഗിരണം കൂടിയാൽ എന്താ സംഭവിക്കുന്നത്? മൂത്രത്തിന്റെ അളവ് കുറയും. മനസ്സിലായില്ലേ? വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിന്റെ അളവ് കുറയും. ആ മൂത്രത്തിൽ ജലാംശം കുറവായിരിക്കും. അപ്പോൾ വളരെ ഗാഢതയേറിയ മൂത്രമായിരിക്കും. അപ്പം കൂടുതൽ ജലവും ആഗിരണം ചെയ്തു. അപ്പം ഈ കുറഞ്ഞ ജലം എന്ത് ചെയ്തു? ആ വൃക്കയിൽ നിന്നും കൂടെ നഷ്ടപ്പെടാതിരിക്കാൻ വാസോപ്രസിന്റെ ഉൽപ്പാദനം കൂടുന്നതിലൂടെ സഹായിച്ചു. അങ്ങനെ പുനരാഗിരണം ചെയ്തു. അത് രക്തത്തിലേക്ക് വരുന്ന ജലത്തിന്റെ അളവ് സാധാരണ നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യും.
അപ്പം ഇങ്ങനെയാണ് വാസോപ്രസിൻ നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. ജലത്തിൻ്റെ അംശം കൂടിയാൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയും. വൃക്കയിലൂടെയുള്ള ജലത്തിൻ്റെ പുനരാഗിരണം കുറയും, കൂടുതൽ മൂത്രം പോകും. രക്തത്തിൽ ജലത്തിൻ്റെ അളവ് കുറഞ്ഞാൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടും. അപ്പം വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാഗിരണം കൂടും, മൂത്രത്തിൻ്റെ അളവ് കുറയും. അപ്പം ശരീരത്തിലെ ജലം സാധാരണ നിലയിൽ ക്രമീകരിക്കപ്പെടും. മനസ്സിലായല്ലോ? ഈ ചിത്രവും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ വിട്ടു തന്നിട്ട് നിങ്ങളുടെ അടുത്ത് അത് ഫില്ല് ചെയ്യാൻ ചോദിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി what is the reason for the production of less urine during summer and more during winter and rainy season? ഇങ്ങനൊരു ചോദ്യമുണ്ട്. ഓക്കെ, എന്താണ് ആ ചോദ്യം? ശ്രദ്ധിച്ചോണം. വേനൽക്കാലത്ത് മൂത്രത്തിന്റെ ഉൽപാദനം കുറയുകയും മഴക്കാലത്ത് കൂടുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? വേനൽക്കാലത്ത് വിയർപ്പ് കൂടുതലായതിനാൽ ശരീരത്തിൽ നിന്നും അധികമായി ജലനഷ്ടം ഉണ്ടാകുന്നു. മനസ്സിലായില്ലയോ? വിയർപ്പ് കൂടുമ്പോൾ അധികമായി ജലം നഷ്ടപ്പെടത്തില്ലേ? അതിനാൽ ജലനഷ്ടം ഉണ്ടാകുന്നത് കൊണ്ട് ജലത്തിനെ പുനരാഗിരണം ചെയ്യണം. അതിനാൽ വാസോപ്രസിന്റെ ഉൽപാദനം കൂടുകയും വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാഗിരണം കൂടുകയും ചെയ്യുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാഗിരണം കൂടിയാൽ എന്ത് ചെയ്യും? ഇതിനാൽ മൂത്രത്തിന്റെ അളവ് കുറയുന്നു. മഴക്കാലത്ത് ശരീരം വിയർക്കാത്തതിനാൽ ശരീരത്തിൽ ജലത്തിന്റെ അളവ് കൂടുകയും അതിനാൽ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ വേനൽക്കാലത്ത് വിയർപ്പ് കൂടുതലാണ്. ഓക്കെ, മഴക്കാലത്തോ ശരീരം വിയർക്കത്തില്ല. അപ്പോൾ ശരീര ജലത്തിന്റെ അളവ് കൂടും. അതിനാൽ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യും. ഇതുമൂലം വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാഗിരണം കുറയുകയും മൂത്രത്തിന്റെ ഉൽപാദനം കൂടുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? വേനൽക്കാലത്ത് മൂത്രത്തിന്റെ ഉൽപാദനം കുറയുകയും മഴക്കാലത്ത് കൂടുകയും ചെയ്യുന്നതിന്റെ കാരണം എന്തെന്ന്? Okay, in summer, though we drink more water, excessive water is lost through sweat. So, production of vasopressin is increased and reabsorption of water through the kidneys increase. This results in the production of less urine, which is thick or concentrated. Okay, in summer, we drink more water, but the sweat production is more, so more water is lost. So we need to reabsorb water. So what happens? Production of vasopressin or ADH is increased. So reabsorption of water through the kidneys increase. So when there is more water reabsorbed from the kidneys, what happens? The urine production will be reduced. Okay, that means there will be only less urine that is thick and concentrated. But in the rainy season, what happens? The rate of setting is very less, which causes more water in the body. So there is no need to reabsorb more water from the kidneys. So production of vasopressin is decreased and reabsorption of water decreases. This results in the production of more urine, which is thin. So this is the answer for what is the reason for the production of less urine during summer and more during winter and rainy seasons. You got it? Now I can explain through a diagram. See, normal water level in the blood. When it increases, okay, water level increase water level. So what happens? ADH secretion is decreased. Vasopressin secretion is decreased. So what happens? When the secretion of ADH is decreased, reabsorption of water by kidneys decrease. Okay? These are all related. When water level increase, ADH or vasopressin secretion decrease. അത് കുറഞ്ഞു. വാസോപ്രസിന്റെ അളവ് കുറഞ്ഞു. വാട്ടർ ലെവൽ അപ്പോഴോ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ കിഡ്നീസ്, വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാഗിരണം കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടർ ലോസ് ത്രൂ യൂറിൻ. അപ്പോഴെന്താ? ജലം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. വളരെ ഡൈല്യൂട്ടായിട്ടുള്ള യൂറിനാണ് പോകുന്നത്. കൂടുതൽ യൂറിൻ പോകും. മനസ്സിലായില്ലയോ? ഗാഢത കുറഞ്ഞ യൂറിൻ. അപ്പോഴെന്ത് ചെയ്യും? വാട്ടർ ലെവൽ ഈസ് മെയിൻറ്റെയിൻ. നോർമൽ വാട്ടർ സാധാരണ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻക്രീസ്ഡ് വാട്ടർ ലെവലാണ് ശരീരത്തെങ്കിൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ ജലം പുറത്തേക്ക് പോകുന്നു. ഇനി ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറഞ്ഞാലോ? ഡിക്രീസ് വാട്ടർ ലെവൽ. അപ്പോഴെന്തുവാ? ADHന്റെ സെക്രീഷൻ കൂടുന്നു. ഇൻക്രീസ് ഇൻ ADH സെക്രീഷൻ അല്ലെങ്കിൽ വാസോപ്രസിന്റെ സെക്രീഷൻ കൂടുന്നു.
വാസോപ്രസിന്റെ സെക്രീഷൻ കൂടിയാൽ എന്ത് ചെയ്യും? കിഡ്നിയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാകിരണം കൂടും. എന്ത് സംഭവിക്കുന്നു? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ കിഡ്നീസ് ഇൻക്രീസ്. ഓക്കെ, സോ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ കിഡ്നീസ്, when it increases, what happens? Water loss through urine decreased because water is reabsorbed. So there is less water in the urine. So urine will be concentrated. Okay, so what happens? Normal water level in the blood is maintained. You got it? Okay, so this is a diagram that explains how the regulation of water happens. Now, diabetes insipidus. There is a condition called diabetes insipidus. What is that? When the production of vasopressin decreases, you know what happens when production of vasopressin decreases? The reabsorption of water in the kidneys is decreased and excess water is lost through urine. Okay, this condition is called diabetes insipidus. You know what is diabetes mellitus? It is the loss of glucose through urine. Okay, excretion of glucose through urine. That is what is called diabetes insipidus. This is excess water lost through urine. That is diabetes insipidus. Due to the lower production, lesser production of vasopressin. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും അമിതമായി ജലം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് വിസർജിക്കുന്നതിനാണ്, അല്ലെങ്കിൽ പുറത്തു പോകുന്നതിനാണ് അമിതമായിട്ട്. മനസ്സിലായില്ലയോ? അപ്പം എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? ഡയബറ്റിസ് മെലിറ്റസും ഡയബറ്റിസ് ഇൻസിപ്പിഡസും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഡയബറ്റിസ് മെലിറ്റസിന് സിംപ്ലി ഡയബറ്റിസിനെ നിങ്ങൾ പഠിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? When the production of vasopressin decreases, the reabsorption of water in the kidneys is decreased and excess water is lost through urine, and that condition is called diabetes insipidus. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും അമിതമായി ജലം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻബലം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണെന്ന് പഠിച്ചു. അത് യഥാർത്ഥത്തിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതല്ല, ഹൈപ്പോതലാമസിലുള്ള ചില പ്രത്യേക നാഡീകോശങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ ശേഖരിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ രക്തത്തിലേക്ക് കലർത്തുകയാണ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ്റെ ഫങ്ഷൻ നിങ്ങൾക്കറിയാം. ഓക്കെ, ദ കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ഡ്യൂറിങ് ഡെലിവറി ആൻഡ് ആൾസോ ലാക്ടേഷനെ ഒക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പിന്നെ വാസോപ്രസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണമാണ്. ഓക്കെ, പിന്നീട് നിങ്ങൾ അത് എങ്ങനെയൊക്കെയാണ് ഈ ADH അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ വാസോപ്രസിൻ അതിൻ്റെ ധർമ്മം ചെയ്യുന്നതെന്ന് പഠിച്ചു. രക്തത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കൂടുമ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഓക്കെ നേർത്ത മൂത്രം കൂടുതൽ മൂത്രം പുറത്തു പോവുകയും ചെയ്യും. ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുകയും കൂടുതൽ ജലത്തെ പുനരാകിരണം ചെയ്യുകയും മൂത്രത്തിലൂടെയുള്ള ജലത്തിൻ്റെ നഷ്ടം പ്രിവെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ തടയുകയും ചെയ്യുന്നു. അതുവഴി ശരീരത്തിലെ ജലാംശം ക്രമീകരിക്കപ്പെടുന്നു. പിന്നീട് നിങ്ങൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താണെന്ന് പഠിച്ചു. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും അമിതമായ ജലം മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. പിന്നീട് ഒരു ചോദ്യം, പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു ഗർഭിണിക്ക് പ്രസവവേദന വരാഞ്ഞതിനാൽ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ IV ഫ്ലൂയിഡ് കൊടുത്തു. അതിനകത്ത് ഏത് മെഡിസിൻ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു തന്നു. ഓക്സിറ്റോസിൻ ആയിരിക്കും. കാരണം എന്താ? പ്രസവവേദന വരിക എന്ന് വെച്ചാൽ അത് യൂട്രൈൻ കൺട്രാക്ഷനാണ്,
ഓക്കെ, ഗർഭാശയത്തിൻ്റെ ഭിത്തി സങ്കോചിക്കുമ്പോഴാണ് ആ വേദന വരുന്നത്. അങ്ങനെയാണ് പ്രസവം നടക്കുന്നത്. അപ്പോൾ അത് നടക്കാതിരിക്കുമ്പോൾ ആണ് ഓക്സിറ്റോസിൻ കുത്തിവെക്കും. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഡെലിവറിയാണ് അത്, ഇൻഡ്യൂസ്ഡ് കൺട്രാക്ഷൻ. ഓക്കെ, അപ്പം അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പുസ്തകം വായിക്കുക, നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. You all have a great day.